മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്ക് എൻ്റെ പ്രണാമങ്ങൾ. ഭക്തജനങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത കഥകൾക്കും തത്വശ്രവണത്തിനും വളരെ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു, അതിപ്പോഴും അത് തുടരുന്നു. അതിന് കാരണം ഭാഗവതത്തിൻ്റെ സർവ സ്വീകാര്യതയാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഭാഗവതം ലക്ഷ്യപ്രാപ്തിക്കായിട്ട് പറഞ്ഞു വെക്കുന്ന ആ മാർഗം അത് സമർപ്പണത്തിൻ്റേതാണ്. അതുകൊണ്ട് തന്നെയാവാം ഈ സർവസ്വീകാര്യത ഇത്രമാത്രം വലുതാവാൻ കാരണം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഒക്കെ വഴികൾ, അത്തരം ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാധനാമാർഗം, സാധനാ പദ്ധതി അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ധർമ്മമാർഗം എന്ന് പറഞ്ഞാൽ കാഠിന്യമേറിയതാണ്, ബുദ്ധിമുട്ടുകൾ കൂടും. അതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. സീതാരാമന്മാർക്ക് എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ എന്തെല്ലാം അവസ്ഥകളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ രാമായണം സീതാരാമന്മാരുടെ കണ്ണീരിൽ കുതിർന്നതാണ്. അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ ധർമ്മത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ. മഹാഭാരതത്തിൻ്റേതും അതെ. പാണ്ഡവന്മാരുടെയൊക്കെ അവസ്ഥ, എങ്ങനെയാണ് അവർ എത്തിയത്, ഏത് നിലയിലാണ് അവസാനം എത്തിയത്. അപ്പോൾ ഈ കാഠിന്യത്തിൻ്റെ വഴി ഒന്ന് മാറ്റിയിട്ട് സമർപ്പണത്തിൻ്റേതായാൽ അത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗവുമാണത്. അതാണ് ഭാഗവതം കാണിച്ചു തരുന്ന മാർഗം. ഗീതയിൽ അവസാനം പറയുന്നുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ആ സമർപ്പണം മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആർക്കും സമീപിക്കാം ഭാഗവതത്തെ, ആർക്ക് വേണമെങ്കിലും. അതിന് അധികാരി ഭേദമൊന്നുമില്ല. ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഇന്ന ഗുണങ്ങളുള്ള ആൾക്ക് ഈ ഗ്രന്ഥത്തെ സമീപിക്കാനാവൂ എന്നുള്ള ഒരു മാനദണ്ഡങ്ങളും അവിടെ ഇല്ല. എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു രീതി ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനമോ, മൃത്യുവെ തരണം ചെയ്യാൻ കഴിയും, മരണത്തെ അതിജീവിക്കാൻ കഴിയും. അതുതന്നെയാണല്ലോ പരീക്ഷത്തിന് കിട്ടിയത്. പരീക്ഷിത്ത് മൃത്യുവിനെയാണ് തരണം ചെയ്തത്. പരീക്ഷത്തിലൂടെ നമുക്ക് കിട്ടിയത് വലിയൊരു അമൂല്യ സന്ദേശമാണ്. പരീക്ഷിത്ത് അതിനൊരു കാരണക്കാരനായി എന്നേ പറയാനാവൂ. മനുഷ്യരാശിക്ക് കിട്ടിയ അമൂല്യമായ ഗ്രന്ഥം, അതായത് മൃത്യുവെ തരണം ചെയ്യാൻ, മരണത്തെ അതിജീവിക്കാനുള്ള ഒരു ഉപായം, വളരെ അല്ലെങ്കിൽ വളരെ എളുപ്പം സാധിക്കാവുന്നതുമാണ്. എളുപ്പമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ മാർഗത്തിലുള്ള ആ എളുപ്പം ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. സമർപ്പണത്തിൻ്റേതാണ്. അത് കാഠിന്യമേറിയ വഴിയൊന്നുമല്ല. നമുക്കത് പരീക്ഷത്തിൽ നിന്നും
മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും രുചിക്കാവുന്ന ഒരു രീതി. ഭാഗവതം രുചിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്ക് വേണമെങ്കിലും രുചിക്കാം. അത് ഭക്തനോ ജ്ഞാനിയോ ആർക്ക് വേണമെങ്കിലും, ഏത് പടിയിലുള്ളവർക്കും, ഭക്തിയുടെ തന്നെ ഏത് പടിയിലുള്ളവർക്കും. നമ്മൾ ഭക്തന്മാരെ 4ആയിട്ട് ഗീതയിൽ തിരിക്കുന്നുണ്ടല്ലോ. ചതുർവിധ ഭജന്തേ മാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ജിജ്ഞാസുവിനും അർത്ഥാർത്ഥിക്കും, അങ്ങനെ എല്ലാ പടിയിലുള്ളവർക്കും രുചിക്കാവുന്ന ഒരു രീതി വിധാനത്തെയാണ് ഭാഗവതം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആത്മാരാമന്മാർക്ക് പോലും അത് രുചിക്കാൻ പറ്റും. അതാണ് ശുഖബ്രഹ്മർഷിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർക്ക്, ഭക്തന്മാർക്ക്, ജ്ഞാനികൾക്ക്, ജിജ്ഞാസുവിന് ഇതൊന്നുമല്ല. അതിനും അപ്പുറത്തേക്ക് ആത്മാരാമന്മാർക്ക് രുചിക്കാവുന്ന ഒരു ഗ്രന്ഥം, അതെന്തൊരു പ്രത്യേകതയായിരിക്കും അതിന്. അതാണ് ഈ സർവസ്വീകാര്യതയ്ക്ക് കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വാദു പദേ പദേ, ഓരോ പദങ്ങളിലും സ്വാദാണത്, ആർക്കും രുചിക്കാം. പരീക്ഷത്തിന് 168 മണിക്കൂർ മാത്രമേ മരണത്തിനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. 168 മണിക്കൂർ. നിങ്ങളോട് പറയുകയാണ് ഇനി മരിക്കാൻ 168 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയുകയാണ്. എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ഭ്രാന്ത് പിടിക്കും. സാധാരണക്കാരാണ് ഭ്രാന്ത് പിടിക്കും. പക്ഷേ പരീക്ഷത്തിന് മനസ്സിലായി എന്താണ് ജീവിത ലക്ഷ്യം. അദ്ദേഹം അത് ആരായുകയും അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ പരീക്ഷത്തിന് കിട്ടിയ വിഷാദം, പരീക്ഷത്തിൻ്റെ വിഷാദം, അതാണ് ഭാഗവതത്തിൻ്റെ പടിപ്പുര എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗീതയുടെയും പടിപ്പുര എന്താണ്? അർജുന വിഷാദമാണ്. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ മാർഗത്തിലേക്കൊക്കെ ചരിക്കുകയുള്ളൂ. ഏതൊരു ജീവിതത്തിലും അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ടേണിംഗ് പോയിൻ്റ് ഇവിടെ, നിർണായകമായൊരു വഴിത്തിരിവ് പരീക്ഷത്തിന് ഉണ്ടായി. ഇതവിടെ അർജുനനിലും ഉണ്ടായി, ഭഗവത്ഗീതയിൽ. അപ്പം 168 മണിക്കൂറേ ഇനി മരിക്കാനുള്ളൂ. അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയപ്പോൾ ആ അനുഭൂതിയിലേക്ക് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഭാഗവതം നിർദ്ദേശിക്കുന്ന വഴിയും ലക്ഷ്യവും ഭക്തി തന്നെയാണ്. ഭക്തിസൂത്രത്തിൽ, നാരദ ഭക്തിസൂത്രത്തിൽ 26-ാമത്തെ സൂത്രം പറയുന്നത് ഫലരൂപത്വാത് എന്നാണ്. അത് ഫലരൂപമാണ് ഭക്തി. അപ്പം വഴിയും ലക്ഷ്യവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇത് നയിക്കുന്നത് അദ്വൈത അനുഭൂതിയിലേക്കാണ്, മറ്റൊന്നുമല്ല. ഭാഗവതം നമ്മെ കൊണ്ടുപോകുന്നത് അദ്വൈത അനുഭൂതിയിലേക്കാണ്. ഭാഗവതത്തിൻ്റെ ദർശനം എന്താണ്? ഭാഗവതം മുന്നോട്ട് വെക്കുന്ന ദർശനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിമധുരമായ അദ്വൈത ദർശനമാണ് എന്ന് പറയേണ്ടി വരും. ഭക്തിമധുരമായ അദ്വൈത ദർശനം, ഭക്തിയിൽ കുതിർന്ന അദ്വൈത ദർശനം. അതപ്പോൾ ആർക്കും സ്വീകരിക്കാം. അങ്ങനെ ഒരു അവസരമാണ് ഭാഗവതം നമുക്ക് നൽകുന്നത്. ശ്രീമദ് ത്യാഗീശാനന്ദ സ്വാമികൾ ഇംഗ്ലീഷിൽ ഭാഗവതത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ശ്രീമദ് ത്യാഗീശാനന്ദ സ്വാമികൾ. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്ന് രാമകൃഷ്ണ മിഷൻ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിലൊക്കെ ഭാഗവതത്തെ അവതരിപ്പിക്കുന്നത് ശ്രീമദ് ത്യാഗീശാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളൊക്കെ പാശ്ചാത്യ ലോകത്തിപ്പോൾ വളരെ പോപ്പുലറാണ്. അദ്ദേഹം പറയുന്നത് ഭാഗവതത്തിൻ്റെ ദർശനം എന്താണ്? അത് ഭക്തിമധുരമായ അദ്വൈത ദർശനം. ആ മാധുര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഭാഗവതത്തിന് പുറകെ ഓടുന്നത്, അല്ലേ? എത്രയോ ആളുകളാണ് ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നിടത്ത് ഒത്തുചേരുന്നത്. അപ്പം സനാതനധർമ്മത്തിൻ്റെ പ്രമാണമായിട്ടുള്ള
വേദത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ ഋഷികൾക്കുണ്ടായ അനുഭൂതി തന്നെയാണ്. എന്താണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം? ആ വേദത്തിൻ്റെ വേരെന്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഋഷികൾക്കുണ്ടായ അനുഭൂതിയാണ്. ഇവിടെയും പരീക്ഷത്തിനുണ്ടായ അനുഭൂതിയാണ്. ആ അനുഭൂതി മാനവരാശിക്ക് മുഴുവൻ അനുധാവനം ചെയ്യാവുന്ന ഒരു മാർഗത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. പുരുഷ സൂക്തത്തിലെ വേദത്തിൽ പറയുന്നു, വേദാഹമേഹം വേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപ്പരസ്താത്. പുരുഷ സൂക്തത്തിൽ, അതായത് അജ്ഞാനത്തിനപ്പുറത്തുള്ള ജ്ഞാനസൂര്യനെ ഞാൻ കണ്ടെത്തി. അജ്ഞാനത്തിനപ്പുറത്തുള്ള ജ്ഞാനസൂര്യനെ ഞാൻ കണ്ടെത്തി. വേദത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആ അനുഭൂതിയാണ് ഭാഗവതത്തിൻ്റെ കേന്ദ്രം. ആ ചരടിലാണിത് കോർത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ സമാധ്യനുഭവമായ അനുഭൂതി തന്നെയാണ് ഭാഗവതത്തിൻ്റെ കേന്ദ്രാശയം. ശ്രീകൃഷ്ണനുണ്ടായ സമാധ്യനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സമാധ്യനുഭവം തന്നെയാണ്, ആ അനുഭൂതിയാണ് ഭാഗവതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയാൻ സാധിക്കും. വേറൊരു രീതിയിൽ പറയാറുണ്ട്, ഭാഗവതം നാരദ ഭക്തിസൂത്രത്തിൻ്റെ വിശദമായ ഒരു വ്യാഖ്യാനമാണ് എന്ന്. ഭക്തിയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. പലരും പറയാറുണ്ടത് ഭക്തിയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ഭക്തിയെ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഭക്തിയെ അടിസ്ഥാനപരമായി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് നാരദ ഭക്തിസൂത്രം. അതിൻ്റെ ഒരു വിശദമായ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അതിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭക്തിയുടെ മൂർത്തിമത് ഭാവമായിട്ട് പ്രഹ്ലാദനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രഹ്ലാദനെ. ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണുള്ളത്, 365 അധ്യായങ്ങളാണുള്ളത്. ഏകദേശം 18,000 ശ്ലോകങ്ങളിലായിട്ട് അതിങ്ങനെ പരന്നു കിടക്കുന്നു. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ദശമസ്കന്ധത്തിലെ 11, 12 അധ്യായങ്ങളാണ്. അതിലെ 11ാമത്തെ അധ്യായം വത്സബകവധമാണ്. ഇതിനു മുമ്പ് സംഭവിച്ചത് എന്താണ് എന്നൊക്കെ എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഉലൂഹല ബന്ധനമാണ്. കുഞ്ഞികൃഷ്ണൻ 3 വയസ്സേ ഉള്ളൂ. ആ കൃഷ്ണലീലയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ അവസാനം പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൂടെ അനുഭൂതിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയുന്നു. അതിനുവേണ്ടിയാണ് ഈ ലീല, കൃഷ്ണൻ്റെ ലീലയൊക്കെ ഇവിടെ വിശദീകരിച്ച് വെച്ചിരിക്കുന്നത്. 3 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണൻ ഉലൂഹല, ആ കൃഷ്ണൻ ഉരല് കൊണ്ട് 2 മരങ്ങളെ വീഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനുശേഷമാണ് ഈ അധ്യായം വരുന്നത്. അപ്പോൾ ഈ മരം വീഴുന്ന ശബ്ദം കേട്ടിട്ട് യശോദയും നന്ദഗോപരും ഒക്കെ വന്ന് നോക്കി. അപ്പോൾ ഉലൂഹലം വലിച്ചുകൊണ്ട് പോകവേ മരം വീഴുന്നു. 2 മരങ്ങളാണ് വേണ്ടി, ഒരു മരമൊന്നുമല്ല. ഒരു ഉണ്ണികൃഷ്ണൻ എന്നുവെച്ചാൽ ഒരു കുഞ്ഞുകുട്ടി 3 വയസ്സേ ഉള്ളൂ. അങ്ങനെ മരം വീഴുകയാണ്. 2 മരങ്ങളാണ് വീണത്, ഒരു മരമല്ല. അതിലൂടെ 2 പേർക്കാണ് മോക്ഷം കിട്ടുന്നതെന്ന് ഇവിടെ പറയുന്നു, നളകുബേരനും മണിഗ്രീവനും. അപ്പോൾ ഇവിടെ എല്ലാം ആ വൃന്ദാവനത്തിലുള്ള അല്ലെങ്കിൽ അമ്പാടിയിലുള്ളവർ, വൃന്ദാവനത്തിലേക്ക് വന്നിട്ടില്ല, അമ്പാടിയിലുള്ളവരൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയത് അച്ഛനും അമ്മയ്ക്കും ആയിരിക്കാം, അല്ലേ? 3 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിശയിക്കാതിരിക്കുമോ? അതെല്ലാം ആശ്ചര്യത്തോടു കൂടി എല്ലാവരും കാണുകയാണ്. പക്ഷേ ഈ കൃഷ്ണൻ്റെ പ്രവൃത്തി ആർക്ക് അളക്കാനാവും? ആരാണ് വന്നിരിക്കുന്നതെന്ന് ആർക്കാണ് മനസ്സിലായത്? ആർക്കാണ് അളക്കാനാവുന്നത്? അതായത് ഇവർ അളക്കാൻ ശ്രമിക്കുക, ഈ കുട്ടിക്ക് എങ്ങനെ ഇത് കഴിഞ്ഞു? 3 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇതെങ്ങനെ കഴിഞ്ഞു? 2 മരങ്ങൾ വീഴ്ത്താനും ഒക്കെ എങ്ങനെ കഴിഞ്ഞു? അപ്പം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പരമാത്മാവിൻ്റെ ആ ശക്തി ആർക്കാണ് അളക്കാനാവുക? ആർക്ക് മനസ്സിലായി?
ഏറ്റവും വലിയ രസം ഇവിടെ നന്ദഗോപര് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ണികൃഷ്ണനെ. രക്ഷിക്കാൻ ശ്രമിക്കുക. ആർക്കാരെ രക്ഷിക്കാൻ പറ്റും? നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആർക്കാരെയാണ് രക്ഷിക്കാൻ കഴിയുന്നത്? നമ്മളൊക്കെ പറയുമല്ലോ, ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, ഈശ്വരൻ ചിരിക്കുന്ന 2 അവസരങ്ങൾ. അതിലൊരെണ്ണം എന്താണെന്നറിയാമോ? ഡോക്ടർ പറയും, രോഗിയുടെ ബന്ധുക്കളോട് പറയും, ഭയക്കൊന്നും വേണ്ട, ഞാൻ രക്ഷിച്ചോളാന്ന്. ഈശ്വരൻ ചിരിച്ചു പോകുന്ന 2 അവസരങ്ങളിൽ ഒന്നാണെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. ഡോക്ടർ പറയുകയാണേ, ഭയക്കൊന്നും വേണ്ട, ഞാൻ രക്ഷിച്ചോളാം. പിന്നെ പറയുന്ന മറ്റൊരു ഉദാഹരണമാണ്, 2 പേര് സ്ഥലം അളന്നിട്ട് തിട്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് കയറ് പിടിച്ചിട്ട് പറയുകയാണ്, ഇതെൻ്റെ അതിര്, അത് നിൻ്റെ അതിര്, അത് നിൻ്റെ സ്ഥലം, ഇതെൻ്റെ സ്ഥലം. ഇവിടെ ഈശ്വരൻ വീണ്ടും ചിരിക്കുന്നു. ആരുടെയാണ് ഈ സ്ഥലമൊക്കെ? അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ നന്ദഗോപര് ശ്രീകൃഷ്ണനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം കൃഷ്ണനല്ലേ കർമ്മങ്ങൾ കൊണ്ടൊക്കെ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്? അല്ലേ? സത്യത്തിൽ ഭഗവാനല്ലേ? ആ ഭഗവാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ അബദ്ധങ്ങൾ നമ്മളും ചെയ്യാറുണ്ടെന്നുള്ളതാണ് ശ്രീരാമകൃഷ്ണദേവൻ വരച്ച് കാണിക്കുക. ഡോക്ടർമാർ പറയും, രോഗിയെ കാണുമ്പോൾ ഞാൻ രക്ഷിച്ചോളാം. അതുപോലെ തന്നെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിട്ട്, അത് നിൻ്റെ സ്ഥലം, ഇതെൻ്റെ സ്ഥലം. നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയോ ആയിരങ്ങൾ ഈ സ്ഥലത്ത് തന്നെ എത്രയോ ആയിരങ്ങൾ ജനിച്ചു മരിച്ചു പോയിട്ടുണ്ട്. എത്ര ആയിരങ്ങൾ! അവർക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ മണ്ണോട് അടിഞ്ഞു പോയി. നമുക്കും ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മളും ഇതുവഴി അങ്ങ് പോവും. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്, അവർക്കും ഈ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ഓർക്കണം, ഇവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. നന്ദഗോപര് ശ്രീകൃഷ്ണനെ രക്ഷിക്കാൻ ശ്രമിക്കും, ഉണ്ണികൃഷ്ണനെ രക്ഷിക്കാൻ ശ്രമിക്കുക. സാക്ഷാത് ഭഗവാനല്ലേ കർമ്മങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ ബന്ധിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമാണ്, 3 വയസ്സേ ഉള്ളൂ. അതാണ് സാധാരണ എല്ലാവരും അതിശയിക്കാനുള്ള കാരണം അതാണ്. അപ്പം അടുത്തതായിട്ട് വരുന്നൊരു ഭാഗം, ഗോപികൾ കൃഷ്ണനോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ആ പാതുകം ഒന്ന് എടുത്തുകൊണ്ട് വരൂ, ഞങ്ങളുടെ പാതുകം ഒന്ന് എടുത്തുകൊണ്ട് വരൂ. 3 വയസ്സുള്ള കുട്ടി അവരുടെ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് വരുന്നു. ആ കുട്ടിയോട് പാട്ട് പാടാൻ പറയുന്നു, പാടുന്നു. നൃത്തം ചെയ്യാൻ പറയുന്നു, നൃത്തം ചെയ്യുന്നു. ആരോടായി പറയുന്നത്? അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഏതു ഭാവേനയും ഭഗവാൻ സ്വന്തമാണ്, ഭക്തർക്ക് വശകനാണ്. ഏത് രീതി വേണേലും നമുക്ക് ഭജിച്ച് ഭഗവാനെ വശത്താക്കാൻ കഴിയും എന്നുള്ള, അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ തരുന്നത്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, അഹം ഭക്ത പരാധീന, ഭക്തന്മാർക്ക് പരാധീനനാണ് ഞാൻ. എന്തോ ഒരു വലിയ ആശയമാണ്. ആ തത്വത്തെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ കളിയല്ല ഉദ്ദേശിക്കും. ഗോപികന്മാർ കൃഷ്ണനെ കളിപ്പിച്ചു എന്നുള്ളതല്ല, ഭക്തന്മാർക്ക് വശകനാണ് ഭഗവാൻ എന്നുള്ള കാര്യം. പിന്നെ വേറൊരു സംഭവം അവിടെ വരുന്നുണ്ട്, പഴക്കായിരിക്കുന്ന നെല്ല് കൊടുക്കുന്നത്. അതായത് കുട്ട നിറയെ പഴവുമായിട്ട് ഒരു സ്ത്രീ വരികയാണ് ശ്രീകൃഷ്ണൻ്റെ മുന്നിലേക്ക്. 3 വയസ്സേ ഉള്ളൂ. വന്നിട്ട് പഴം വേണോ എന്ന്. അവിടെ ഒരു തത്വമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഈ സർവഫലദാതാവാണ് കൃഷ്ണനാണ് ഈ ഫലമൊക്കെ തരുന്നത്. ആ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഫലം വേണോ. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവഫലദാതാവായ കൃഷ്ണനോടാണ് ചോദിക്കുന്നത്, പഴം വേണോ ഫലം വേണോ എന്ന്. അപ്പോൾ കൃഷ്ണൻ അകത്തേക്ക്, ഒന്നുമില്ല കൃഷ്ണൻ്റെ കയ്യിൽ. തിരിച്ചു വന്നത് ഒരു പിടി നെല്ലുമായിട്ടാണ്. ഇങ്ങനെ 3 വയസ്സുള്ള കുട്ടിയാണ്, നെല്ലുമായിട്ട് തിരിച്ചു വരികയാണ് പഴക്കാരുടെ അടുത്തേക്ക് പഴം വാങ്ങാൻ വേണ്ടി. അപ്പോൾ കയ്യിൽ നിന്ന് നെല്ലുകളൊക്കെ ഉതിർന്നു പോയി, ഉള്ളത് കൊടുത്തു. അപ്പോൾ പഴമായിട്ട് വന്ന അമ്മയ്ക്ക് എത്ര സന്തോഷമായി കാണും. ഒരു 3 വയസ്സുള്ള കുട്ടി
പഴത്തിനായിട്ട് പഴം വാങ്ങാൻ വേണ്ടി നെല്ലുമായിട്ട് വരികയാണ്. അത് പകുതിയൊക്കെ ഊർന്നു പോയി, പകുതിയേ കയ്യിലുള്ളൂ, കുറച്ചേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ പഴം നിറയെ പഴം അങ്ങനെ വെച്ചു കൊടുത്തു. അപ്പം പഴക്കൊട്ട പകുതിയും കാലിയായി. ആ സ്ത്രീ നോക്കിയപ്പോഴാണ് എന്താ സംഭവിച്ചത്, ആ പഴക്കൊട്ട നിറയെ രത്നങ്ങളായി. അതാണ് ഇവിടെ മനസ്സിലായി, ആരാ ഈ ഫലം കൊടുക്കുന്നത്, ആരാ? പഴം വേണോ ഫലം വേണോ ഫലം വേണോ എന്ന് ചോദിക്കുക, ആരാ ഈ ഫലം കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകമുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമസ്നാമി പ്രയതാത്മനഃ. അതായത് എന്നിൽ സമർപ്പിക്കുന്ന എന്ത് കാര്യമായാലും അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്ത് സമർപ്പിച്ചാലും, അത് ഇലയോ പൂവോ എനിക്ക് വേണ്ടി സമർപ്പിക്കണം, അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, യജ്ഞേശ്വരനായ ഭഗവാനാണ് നമ്മൾ നൽകുന്നത്. യജ്ഞേശ്വരനായ ഭഗവാന് നൽകിയാൽ സമൃദ്ധിയാണ് ഉണ്ടാവുക. യജ്ഞേശ്വരനായ ഭഗവാന് നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ചാൽ സമൃദ്ധിയെ നൽകും. അതും ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യത് കരോഷി യതസ്നാസി എഞ്ജുഹോഷി ദദാസി യത് തപസ്സസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. നീ ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും എല്ലാം എന്നിൽ സമർപ്പിക്കുക. സമർപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്തും ചെയ്യാവൂ. അങ്ങനെ ഒരു സന്ദേശമാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കാതെ ആ കഥകളെ മാത്രം മനസ്സിലാക്കിയാൽ, വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ, പുരാണങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഈ തൊലിയെടുത്ത് സൂക്ഷിച്ചിട്ട് പഴം എടുത്ത് കളയും. തത്വമെടുത്ത് നമ്മൾ കളഞ്ഞിട്ട് കഥ എടുത്ത് സൂക്ഷിക്കും. ഇത് കഥയിലൂടെ കാര്യം പറഞ്ഞു വെക്കുകയാണ്. സമർപ്പണത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ കണ്ണൻ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. കണ്ണൻ്റെ പിറന്നാളാണ് അന്ന്. അടുത്ത സംഭവമാണത്. കണ്ണൻ്റെ പിറന്നാളാണ്. കളിക്കാൻ പോയ കൃഷ്ണനെ യശോദ വിളിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. 3 വയസ്സുള്ള കുട്ടി, കണ്ണൻ്റെ പിറന്നാളാണ്, ആ കുട്ടിയുടെ പിറന്നാളാണ്. കളിച്ചിട്ടും മതി വരുന്നില്ല, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യശോദ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്, ഭക്ഷണം കഴിപ്പിക്കുന്നു. അപ്പോൾ പിറന്നാളിന് എന്താ ചെയ്യേണ്ടത്? ദാനം ചെയ്യണം. ദാനമാണ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അമ്മ യശോദ. നോക്കണം, ഒരു വളരെ മനോഹരമായ ഈ അമ്മമാരിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. കുട്ടികൾ പഠിക്കേണ്ടത് അമ്മമാരാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്. വളരെ മനോഹരമായൊരു സംഭവമുണ്ട്. നരേന്ദ്രൻ, വിവേകാനന്ദ സ്വാമികൾ ചെറുപ്പമായിരിക്കുമ്പോൾ പിന്നെ സ്കൂളിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയാമോ? ടീച്ചർ ചോദിച്ചു കുട്ടികളോട് എന്താകാനാണ് ആഗ്രഹമെന്ന്. ഓരോരുത്തരും പറഞ്ഞു ഓരോ കാര്യം. പ്രത്യേകിച്ച് എന്താ അപ്പോൾ പറയുക? ഇപ്പോൾ ഒരു ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ് എന്താകാനാണ് ആഗ്രഹം. ഡോക്ടർ, എൻജിനീയർ, അഡ്വക്കേറ്റ്, അല്ലേ? അങ്ങനെ പോവും, അല്ല, ശാസ്ത്രജ്ഞനോ. അന്നത്തെ കാലത്ത് അഡ്വക്കേറ്റ് അല്ല, ബാരിസ്റ്ററാണ്. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അപ്പോൾ പലരും പറഞ്ഞു ബാരിസ്റ്റർ ആവണം, എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ. അപ്പം നരേന്ദ്രൻ്റെ ഊഴം വന്നപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണം, എനിക്കൊരു കുതിരവണ്ടിക്കാരനാണ്. എല്ലാവരും ചിരിച്ചു. സാറിന് അങ്ങനെ സംഭവിക്കും. പക്ഷേ നരേന്ദ്രനെ വേദനിപ്പിച്ചതൊന്നുമല്ല, ഈ ചോദിച്ച ടീച്ചറും കൂടി കളിയാക്കി ചിരിച്ചു. അപ്പോൾ മനസ്സ് നൊന്തു. ടീച്ചറെ സ്വന്തമായിട്ടാണ് കരുതിയത്, ആ ടീച്ചറും കൂടി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പം നരേന്ദ്രൻ എന്ത് ചെയ്തു? നരേന്ദ്രൻ അടക്കാൻ വയ്യാതെയാണ് സ്കൂളിലിരുന്നത്. എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്താ ചെയ്യുക? പോയിട്ട് അമ്മയോട് പറയും. സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അമ്മയോട് പോയി പറയും. അപ്പം അങ്ങനെ സ്കൂൾ വിടാൻ വേണ്ടി നോക്കിയിരുന്നു. അവിടെ ചെന്നിട്ട് ഭുവനേശ്വരി ദേവി, അമ്മ ഭുവനേശ്വരി ദേവിയോട് നരേന്ദ്രൻ പറഞ്ഞു, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ
ഇങ്ങനെ ഉത്തരം പറഞ്ഞത്. കുതിരവണ്ടിക്കാരനാണോ എന്ന് ഉത്തരം പറയും. ഇത് പറഞ്ഞതും നരേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു, അമ്മയുടെ മുമ്പിൽ വെച്ചാണ്. എന്നിട്ട് ആ സാരി കൊണ്ടാണ് മുഖം തുടച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ ഈ സംസ്കാര സമ്പന്നയായ അമ്മ മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ അഭ്യസിച്ച അമ്മയായിരുന്നു. അവിടെയാണ് എൻ്റെ കാര്യം. ആ അമ്മ എന്ത് പറഞ്ഞെന്നറിയാം? മോൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറയുകയാണ്, അവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ചിത്രമുണ്ട്, ശ്രീകൃഷ്ണൻ തേര് തെളിക്കുന്ന ഒരു ചിത്രം, പാർത്ഥസാരഥിയുടെ ചിത്രം. എന്നിട്ട് പറഞ്ഞു, മോൻ ഒരു കുതിരവണ്ടിക്കാരനാവണം. സാധാരണ ഒരു കുതിരവണ്ടിക്കാരനല്ല, കൃഷ്ണനെ പോലെ ഒരു കുതിരവണ്ടിക്കാരനാവണം. ലോകത്തെ കീഴടക്കിയ കൃഷ്ണനെ പോലെയുള്ള ഒരു കുതിരവണ്ടിക്കാരൻ. നോക്കുക, അവസാനം വിവേകാനന്ദ സ്വാമികളായി നരേന്ദ്രൻ തീർന്നു. ലോകത്തെ കീഴടക്കി. അതിൻ്റെ വേരെവിടെ? ഈ അമ്മയുടെ ശിക്ഷണമാണ്. ഇവിടെ യശോദ ദാനം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അതാരെയാണ് പഠിപ്പിക്കുന്നത്? ഭഗവാനെയാണെന്ന് മാത്രം. ഇവിടെ അസുരന്മാരോടും ദേവന്മാരോടും മനുഷ്യരോടും ഒരു ഉപദേശം നൽകുന്ന ഒരു സംഭവ കഥ ഓർക്കുകയാണത്. നിങ്ങൾ പുരാണത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ദാ ദാ ദാ. അപ്പം അതിൽ ആ ദാ എന്താണെന്ന് മനുഷ്യർ മനസ്സിലാക്കിയത് ദാനമായിട്ടാണ്. കാരണം മനുഷ്യൻ എപ്പോഴും ആർത്തിയാണ്, ആർത്തിയുടെ ഒരു കൂടാരമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യർക്ക് രക്ഷയുടെ മാർഗം എന്താണ്? ദാനം ചെയ്യുക. അപ്പോൾ ഈ ആർത്തിയും ഡംബും അഹങ്കാരമൊക്കെ ശമിക്കും. അപ്പോൾ അത് അസുരന്മാർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ദയയായിട്ടാണ്. അവരുടെ മനസ്സ് മുഴുവൻ ക്രൂരതയാണ്. ദയയായിട്ട് മനസ്സിലാക്കി. ദേവന്മാർ ദമമായിട്ട് മനസ്സിലാക്കി. മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ദേവന്മാർ. അവർ എപ്പോഴും ആഘോഷത്തിലാണ്. അവർ മനസ്സിലാക്കിയത് ദമമായിട്ടാണ്. മനുഷ്യർക്ക് ഈ ദാനമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് മനുഷ്യനെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതാണ് ഇവിടെ ഇതിലൂടെ, ഈ സംഭവകഥയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഉണ്ണികൃഷ്ണനെ ദാനം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് യശോദ. പിറന്നാളിൻ്റെ ദിനത്തിൽ ദാനം ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, മാതൃവാത്സ്യത്തിന് വശകനായ ഭഗവാൻ. ഞാൻ മുമ്പേ പറഞ്ഞു, ഭക്തന്മാർക്ക് വശത്താക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ആണ് ഭഗവാൻ എന്ന് പറഞ്ഞതുപോലെ മാതൃവാത്സല്യം, അതിലും ഭഗവാൻ വീണുപോകും. ഇവിടെ നമ്മളത് കാണാൻ സാധിക്കുന്നു. പിന്നെ ഇവിടെ ദാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ 5-ാമത്തെ ശ്ലോകം, യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ദാനം അന്തഃകരണത്തെ ശുദ്ധമാക്കുന്നു. ഗീത പറയുന്നതാണ്. ദാനം എന്താണ്? ദാനത്തിൻ്റെ ആത്യന്തിക പ്രയോജനം എന്താണ്? അത് അന്തഃകരണത്തെ ശുദ്ധമാക്കുന്നു. ഈ തത്വമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അമ്പാടിയിൽ വെച്ച് ഒരുപാട് ആപത്തുകൾ പിണയുന്നത് കണ്ടപ്പോൾ ആ ഉപനന്ദൻ എന്ന് പറയുന്ന ആൾ ഇവിടെ നമുക്ക് മാറി താമസിച്ചാലോ ഒന്ന് ആലോചിക്കുകയാണ്. ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് ആപത്തുകളും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. പൂതനയുടെ സംഭവം, പൂതനാമോക്ഷവും പിന്നെ ഉലൂഹല ബന്ധനവും ഒക്കെ നടന്നു കഴിഞ്ഞു. ഇവിടെ ഈ സ്ഥലം ഒരുപാട് ആപത്തുകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടുന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറണം. അവിടുന്ന് 6 നാഴിക മാറിയാണ് വൃന്ദാവനം. ആ വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഉപനന്ദൻ്റെ നേതൃത്വത്തിൽ നിശ്ചയിക്കുകയാണ്. ആ പോക്ക് വളരെ രസകരമാണ്. അമ്പാടിയിൽ നിന്നും അവർ പോകുന്നത്, അവിടുത്തെ ഗോപകുമാരന്മാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. ആ പോക്ക് വളരെ രസകരമായിട്ട്, വളരെ മനോഹരമായിട്ടാണ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് യശോദയുടെ മടിയിലാണ് കൃഷ്ണൻ തല വെച്ച് കിടക്കുന്നത്.
രോഹിണിയുടെ മടിയിലാണെങ്കിൽ ബലരാമൻ. അവർ പാടിയത് എന്താണെന്നറിയോ? ഈ ഗോപകുമാരന്മാരൊക്കെ പോകുന്ന വഴിയിൽ 10 കിലോമീറ്റർ ഏകദേശം ഉണ്ട്. അവർ പാടിയത് എന്താണ്? കൃഷ്ണ ലീലയാണ്. ഈ ഉലൂഹല ബന്ധനവും പൂതനാമോക്ഷവും ഒക്കെയാണ് കൃഷ്ണൻ അവരുടെ മുമ്പിൽ. അവർക്ക് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരാന്നും മനസ്സിലായിട്ടില്ല, എങ്കിലും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ കാണിച്ച ലീലകളിലൊക്കെ അവരെ അത്ഭുത പരതന്ത്രരാക്കിയിരിക്കുന്നു. ആ ലീലയാണ് പോകുമ്പോൾ അവർ വർണ്ണിച്ചിരുന്നത്. മാത്രമല്ല അവർ വാദ്യങ്ങൾ വായിച്ചു, അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, കൃഷ്ണനുണ്ടായിട്ടുള്ള ആപത്തുകൾ, കൃഷ്ണന് മാത്രമല്ല, കൃഷ്ണനുണ്ടായിട്ട് കൂടി അവിടെ ആപത്തുകൾ സംഭവിക്കുന്നു. ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് കൂടി ആപത്ത് സംഭവിക്കുന്നു. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതെന്താണ് വരച്ച് കാണിക്കുന്നത്? നമ്മൾ മനുഷ്യാധ്വാനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഭഗവാൻ ഉണ്ടായിട്ട് ഭഗവാൻ നേരിട്ട് നമ്മളെ ഒന്നും ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവില്ല. നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്, സാധന ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് ഇത്രയും ആപത്തുകൾ അവിടെ പിണഞ്ഞത്, അല്ലേ? ഇവിടെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഉദ്ധരേത് ആത്മനഃ ആത്മാനം. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ബന്ധുവും ഏറ്റവും വലിയ സുഹൃത്തും. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ മനസ്സുകൊണ്ട് ഉയർത്തേണ്ടതുണ്ട്. ഉദ്ധരേത് ആത്മനഃ ആത്മാനം. അപ്പം മനുഷ്യ അധ്വാനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മൾ തന്നെ ഉദ്യമിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ സഹായം കിട്ടും, പക്ഷേ അങ്ങേയറ്റത്തേക്കൊന്നും കൊണ്ടുവരും ഭഗവാൻ നമ്മളെ കൊണ്ടുപോയി വിടും എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മുടെ അധ്വാനം അവിടെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഭഗവാന്റെ സഹായം, എല്ലാ സഹായങ്ങളും കിട്ടും, അത് വേറെ കാര്യം. എങ്കിലും നമ്മൾ ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്, ആ പരമലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപനിഷത്തിലൊക്കെ പറയും, ശുരസ്യധാര നിശിതാദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. ആ വഴി, ആ സത്യത്തിലേക്കുള്ള മാർഗമെന്ന് പറയുന്നത്, സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗമെന്ന് പറയുന്നത് വാൾത്തലയിന്മേലുള്ള നടപ്പ് പോലെയാണ്. എപ്പം വേണമെങ്കിലും വീഴാം, അത്രയ്ക്കും ദുർഘടം പിടിച്ചൊരു വഴിയാണ്. അതിലേക്ക് ഭാഗവതം വളരെ മനോഹരമായ ഒരു മധുരകരമായ വഴിയാണ് നിർദ്ദേശിക്കുന്നത്. എന്നാലും ആ വഴി ഇത്തിരി ദുർഘടം പിടിച്ചതാണ്. നമ്മളത് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അവിടെ വേറൊരു കാര്യം, ഇവർ ഇങ്ങനെ ആപത്തിലൊക്കെ പെട്ടിട്ട് ആണ് വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആപത്തിലും, അപ്പോൾ അവർക്ക് ആപത്ത് ഇനിയും വരാം എന്നൊക്കെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട്. അതാണ് അവരെ വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരെയും പ്രേരിപ്പിച്ചത്. അപ്പോൾ ആപത്തിലും അവർ കീർത്തിച്ചത് ഭഗവത് നാമമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈശ്വരാശ്രയം, ഈശ്വരനെ ആശ്രയിക്കുക. ഏതവസരത്തിലും, ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ ഈശ്വരനെ ആശ്രയിക്കുക. ആ ഒരു വലിയ മാതൃകയാണ്, ആ ഒരു വലിയ കാര്യമാണ് നമുക്ക് അതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അപ്പം അവർ വൃന്ദാവനത്തിലെത്തി, കൃഷ്ണനും ഗോപകുമാരന്മാരും ഒക്കെ വൃന്ദാവനത്തിലെത്തി. പുതിയ സ്ഥലങ്ങൾ, അത് യമുന പുളിനങ്ങളും കാളിന്തി നദിയും ഗോവർദ്ധന പർവ്വതവും ഒക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അവിടെ അവർ ആവോളം കളിച്ചു. ആ ലീലയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളോടൊപ്പം കാലിമേയ്ക്കുന്നു. അപ്പോൾ കൃഷ്ണനും കർമ്മം ചെയ്യുകയാണ്. ഒരാൾക്കും കർമ്മത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല. മഹാത്മാക്കൾ പോലും കർമ്മം ചെയ്യണമെന്നാണ് ഗീത നിർദ്ദേശിക്കുന്നത്. എന്താണെന്നറിയാമോ? അവരുടെ കർമ്മം മറ്റുള്ളവർക്ക്, മാനവരാശിക്ക് മാതൃകയാണ്. അതുകൊണ്ട് അവരും കർമ്മം ചെയ്യണം. ആർക്കും അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരു വഴിയുമില്ല, ഒരു ഉപായവുമില്ല. ഇവിടെ കൃഷ്ണനെ നോക്ക്, കാലിമേയ്ക്കുകയാണ് കുട്ടികളോടൊപ്പം, സാധാരണ കുട്ടികളോടൊപ്പം.
അപ്പോൾ അവർ വിവിധ കളികളിലേർപ്പെട്ടു. അതൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അസുരൻ, വത്സൻ എന്ന് പറയുന്ന അസുരൻ പശുക്കുട്ടിയുടെ വേഷത്തിൽ അവരുടെ ഇടയിൽ വന്നുകൂടി. അപ്പം കൃഷ്ണനെ കൊല്ലുക എന്നുള്ളതാണ് ആ അസുരൻ്റെ ലക്ഷ്യം. അപ്പം നോക്കണം, 4 വയസ്സേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ്റെ വയസ്സ് 4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടീനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് വത്സൻ എന്ന് പറയുന്ന അസുരൻ. അത് പശുക്കുട്ടിയുടെ രൂപത്തിലാണ് അവരുടെ കൂടെ വന്നത്. എന്താണ് കൃഷ്ണൻ ചെയ്തത്? 4 വയസ്സുള്ള കുട്ടി കാലിൽ പിടിച്ചിട്ട് കറക്കി വലിച്ച് ഒറ്റയേറ് കൊടുത്തു. അപ്പോൾ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി നടത്തി. ഇവിടെ ദുഷ്ടനിഗ്രഹമാണ് ചെയ്തത്. എന്തിന്? ശിഷ്ടരെ രക്ഷിക്കാനായിട്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം എന്ന രീതിയിൽ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. അതിനുവേണ്ടിയാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. സജ്ജനങ്ങളെ രക്ഷിക്കാനും അവരുടെ രക്ഷ ഉറപ്പാക്കാനുമാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പം അതിനുശേഷം വത്സവധമൊക്കെ കഴിഞ്ഞു. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന വത്സനെ വധിക്കുന്നു. അങ്ങനെ വൃന്ദാവനത്തിലുള്ള ആളുകളെയൊക്കെ അസുരൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നു കൃഷ്ണൻ. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അവരൊന്നിച്ച് കുട്ടികൾ പോവുകയാണ്. ആ സമയത്ത് വലിയ ഒരു കൊറ്റിയുടെ രൂപത്തിൽ ഒരു അസുരൻ, കൊറ്റിയുടെ രൂപത്തിൽ ഒരസുരൻ കിടക്കുകയാണ്. അത് ബകാസുരനാണ്. ബകൻ എന്നു പേരായ അസുരനാണ്. ആളാരാണെന്നറിയാമോ? കംസൻ്റെ ഭൃത്യനാണ്. കംസൻ്റെ ഭൃത്യനാണ്. പൂതനയുടെ ചേട്ടനാണ്. പിന്നെ ബാലഹത്യാ സംഘത്തിലെ പ്രധാനിയുമാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഈ ബകൻ എന്ന് പറയുന്നത്. ആ ബകനാണ് ഇവിടെ കൊച്ചിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ കൊത്തി വിഴുങ്ങി. കുഞ്ഞു കുട്ടിയാണല്ലോ, 4 വയസ്സേ ഉള്ളൂ. നമുക്ക് ഊഹിക്കാൻ പറ്റും. കൊത്തി വിഴുങ്ങി. വലിയൊരു കൊറ്റിയാണ്. കൊത്തി വിഴുങ്ങി തൊണ്ടയിലെത്തിയപ്പോൾ തന്നെ തൊണ്ട പൊള്ളാൻ തുടങ്ങി. കൃഷ്ണൻ അവിടെ ഇരുന്ന് സ്വയം ചൂടായി മാറി. അപ്പോൾ വേറെ വഴിയില്ലാണ്ട് ഛർദ്ദിക്കുകയാണ്. അങ്ങനെ ഛർദ്ദിച്ചിട്ട് പുറത്ത് കൃഷ്ണൻ വീണപ്പോൾ ആ കൊക്കുപയോഗിച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. കൃഷ്ണനെ കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴെന്ത് ചെയ്തു കൃഷ്ണൻ ഈ കൊറ്റിയെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു. അതും കണ്ടിട്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പം അങ്ങനെ ഈ ബകൻ എന്ന് പറയുന്ന അസുരനെയും അവിടെ കൃഷ്ണൻ വധിക്കുകയാണ്. ഇതെന്നിട്ട് കുട്ടികളാണ് അമ്മമാരെയൊക്കെ വീട്ടിലറിയിച്ചത്. തിരിച്ചു വന്നിട്ട് കുട്ടികളാണ് അമ്മമാരെയൊക്കെ അറിയിച്ചത്. അപ്പം ഇവിടെ ഗർഗമഹർഷിയുടെ വാക്കുകൾ അന്വർത്ഥമാവുകയായിരുന്നു. ഗർഗമഹർഷി അവരോട് പറഞ്ഞിരുന്നു, വൃന്ദാവനത്തിലെ ആളുകളോട് പറഞ്ഞിരുന്നു, കൃഷ്ണകാരുണ്യമുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് രക്ഷയാണ്. അപ്പം ഈ ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചത് ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും രക്ഷ തന്നെയാണ്. എപ്പോഴും അത്തരം ആളുകൾ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. മമതാബന്ധം പുലർത്തിയ ആ നന്ദഗോപർക്ക് ഇതൊന്നും മനസ്സിലായില്ല. എൻ്റെ കുട്ടിയാണെന്നാണ് നന്ദഗോപർ കൃഷ്ണനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലായില്ല. ഇവൻ ഈ അവതാര പുരുഷന്മാരെയും ഒന്നും അവർ ജീവിച്ചിരിക്കുമ്പം സാധാരണ
കൂടുതൽ ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അവരെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെ വിവേകാനന്ദ സ്വാമികൾ നന്നായി മനസ്സിലാക്കിയിരുന്നു. എങ്കിലും അവസാന സമയത്തൊരു സംശയം ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസർ അസുഖം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തകളൊക്കെ വരും. അവതാര പുരുഷനെന്ന് കരുതിയ ഈ മഹാത്മാവിന് ക്യാൻസർ വരികയോ എന്നൊക്കെ ഒരു സംശയം കടന്നു പോകാം. അപ്പം അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ വിവേകാനന്ദ സ്വാമികൾ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംശയം മനസ്സിലൂടെ കടന്നുപോയി, ഇദ്ദേഹം അവതാര പുരുഷനാണോ? അവസാന സംശയമായിരുന്നു. നമ്മൾ എത്ര വിശ്വസിച്ചാലും ശരി, ഒരു മനസ്സിൻ്റെ ഒരു അടിത്തട്ടിലൊരു സംശയം ഉണ്ടാവും. അങ്ങനെ ഒരു സംശയം, ഒരു ചെറിയ സംശയം വിവേകാനന്ദ സ്വാമിയിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിന് ക്യാൻസർ പറ്റിയല്ലോ എന്നൊരു സംശയം. അത്തരം ഒന്നിനും ആവാതെ കിടക്കുകയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പം തന്നെ ശ്രീരാമകൃഷ്ണർ ഇങ്ങനൊരു ചിന്ത വിവേകാനന്ദ സ്വാമിയുടെ മനസ്സിലൂടെ കടന്നു പോയതുള്ളൂ. അപ്പം തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഞെട്ടി എണീറ്റു. ഒന്നിനും ആവില്ല, ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. ഭക്ഷണം പോലും സ്പൂണിലൂടെ കോരിയ കൊടുക്കുന്നത്. എണീറ്റിട്ട്, ഇനിയും നിനക്കെന്നെ വിശ്വാസമായിട്ടില്ല അല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമിയോട് പറയുകയാണ്, ഇനിയും എന്നെ നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? ആരാണോ കൃഷ്ണനും രാമനുമായി വന്നത്, ആ ആൾ തന്നെയാണ് ഈ ദേഹത്തിൽ രാമകൃഷ്ണനായി വന്നത്. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് പോലും ഒരു സംശയം ഉണ്ടായി. അപ്പം ഇവിടെ നന്ദഗോപര് തൻ്റെ കുട്ടിയായിട്ടാണ് ശ്രീകൃഷ്ണനെ കണ്ടത്. ആ മമതാബന്ധം, അതുകൊണ്ട് തന്നെ ആ മമതാബന്ധം തിരിച്ചറിവിന് തടസ്സമായി നിന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ മമതാബന്ധമാണ് എല്ലാ തിരിച്ചറിവുകൾക്കും വിഘാതമായി നിൽക്കുന്നത് എന്നുള്ളൊരു തത്വം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും അവർക്കറിയാമായിരുന്നു ഈ കുട്ടി സാധാരണ കുട്ടിയല്ല എന്നുള്ള കാര്യം. കാരണം ഇതൊക്കെയാണ് ചെയ്യുന്നത്. പൂതനാമോക്ഷം, അവരെ കണ്ടതല്ലേ പൂതനാമോക്ഷം, ബകാസുരവധം, വത്സവധം, ഉലൂഹല ബന്ധനം, ഇതെല്ലാം കണ്ടിട്ട് ഒരു സാധാരണ കുട്ടിയല്ല എന്നറിയാം. ആ ലീലകളാണ് അവർ വർണ്ണിച്ചുകൊണ്ടിരുന്നതും. അപ്പം അവർ കൃഷ്ണകാരുണ്യത്തിൽ മുഴുകിയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് നന്ദഗോപരും യശോദയും ഒക്കെ. അപ്പം ഈ ഭഗവത് സ്മരണ ചെയ്തുകൊണ്ട് ആപത്തുകളെ തരണം ചെയ്യുന്ന ഒരു വലിയ മാർഗത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാം ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? മനുഷ്യർ ഒന്നോർക്കുക, ഈ ലോകം, ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 1500 ശിഷ്ടം കോടി വർഷങ്ങളായെന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് 1500 കോടി വർഷം എത്ര? 1000 വർഷമൊന്നുമല്ല, 1500 കോടി വർഷം. അതിൽ ജീവൻ ഉത്ഭവിച്ചിട്ട് 150 കോടി വർഷമായി. ഓർക്കണം, അതിലാണ് നമ്മുടെ ഈ 100 അല്ലെങ്കിൽ 70-80 വർഷമുള്ള മനുഷ്യായുസ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ മനുഷ്യൻ തന്നെ ത്രിവിധ താപങ്ങളിൽപ്പെട്ട് ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ: ആദിദൈവിക ദുഃഖം, ആദിഭൗതിക ദുഃഖം, ആധ്യാത്മിക ദുഃഖം, പ്രകൃതിയിൽ നിന്നുള്ള ദുഃഖങ്ങൾ. ഇപ്പം നമ്മൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. പല മലയാളികളും പുറത്ത് സഞ്ചരിച്ചിട്ട് വന്ന് പറയാറുണ്ട് ഏറ്റവും വലിയ അഹങ്കാരികൾ മലയാളികളാണെന്ന്. അത് ചില കാര്യമുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. എല്ലാത്തിനോടും ഞാൻ അനുകൂലിക്കുന്നില്ല, എങ്കിലും ഏറ്റവും വലിയ അഹങ്കാരം. കാരണം എല്ലാ സൗകര്യങ്ങളുടെയും നടുക്കാണ് മലയാളികൾ. പണമുണ്ട്, എല്ലാം ഉണ്ട്, വെള്ളമുണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു പ്രകൃതി ദുരന്തം ഒന്നും മലയാളികളെ ഇതേവരെ സ്പർശിച്ചിട്ടില്ല. അതേസമയം ആന്ധ്രയിലൊക്കെ ആളുകൾ ജീവിക്കുന്നത് എപ്പോഴും ഓടാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ്. കാരണം എപ്പം വേണേലും വെള്ളപ്പൊക്കം വരാം. അങ്ങനെയൊക്കെയുള്ള ആപത്തുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം അഹങ്കാരം. അത് ഈ വെള്ളപ്പൊക്കത്തോടുകൂടി കുറച്ചൊക്കെ ശമനം വന്നു എന്നാണ് ആളുകൾ പറയുന്നത്. എന്താണെന്ന് പറയുക, ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്,
പിന്നെ 3-ാം നിലയിൽ അകപ്പെട്ടു പോയി. മാവേലിക്കര പത്തനംതിട്ടയുള്ള ഒരാളാണ്. 3-ാം നിലയിൽ അകപ്പെട്ടു പോയി. 3 ദിവസമായി. അപ്പോൾ അദ്ദേഹം മുകളിലേക്ക് കയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടിയായിട്ടാണ് മുകളിലേക്ക് കയറിയത്. 8 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടിയിലുണ്ട്. പക്ഷെ കുടിക്കാൻ മഴവെള്ളമേ ഉള്ളൂ. ഭക്ഷണത്തിന് യാതൊരു നിവൃത്തിയില്ല. അതൊക്കെ അടിയിലൊക്കെ അരിയൊന്നും എടുത്തില്ല ആൾ. ആ പണപ്പെട്ടിയായിട്ടാണ് പോകുന്നത്. മുകളിലേക്ക് കയറി. എന്ത് കഴിക്കാൻ പറ്റുമോ? 8 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇങ്ങനെയുള്ള ആപത്തുകളിലൊക്കെ പെടുമ്പോഴാണ് നമ്മൾ ആരാണെന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ഒരു ചെറിയ ചിന്തയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിന് മലയാളികൾക്ക് അവസരം ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ 3 ദുഃഖങ്ങളിൽ പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പ്രകൃതി ദുരന്തങ്ങൾ, അതൊന്ന് ഞാനിപ്പോൾ പറഞ്ഞ വെള്ളപ്പൊക്കം പോലെയുള്ള ദുരന്തങ്ങൾ, ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങൾ. പിന്നെ രണ്ടാമത്തേത് മറ്റ് ജീവികളിൽ നിന്നും നമ്മൾ കൊതുകിൻ്റെ ശല്യം, അങ്ങനെയല്ല, ആനകളുടെ ശല്യം, പാമ്പിൻ്റെ ശല്യം. പുഴയുടെയൊക്കെ തീരത്ത് താമസിക്കുന്നവർ പാമ്പിനെയൊക്കെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇനി അതിനപ്പുറത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. മനസ്സുണ്ടാക്കുന്ന പ്രശ്നം, ശാരീരികമായ പ്രശ്നങ്ങൾ. 1 കിലോമീറ്ററിനുള്ളിൽ ഇപ്പോൾ എത്ര ക്യാൻസർ പേഷ്യൻസുകളാണെന്നറിയോ? എത്ര ക്യാൻസർ രോഗികളാണ്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രശ്നം, മനസ്സിൻ്റെ പ്രശ്നം, ഈ മനസ്സുണ്ടാക്കുന്ന എന്തെല്ലാം ചിന്തകൾ. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ദുഃഖങ്ങളിൽപ്പെട്ട് നമ്മൾ ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നമ്മൾ എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആപത്തുകളെ തരണം ചെയ്യേണ്ടത് ഭഗവത് സ്മരണയോടുകൂടി വേണം. അതാണിവിടെ ഇവരെ കാണിച്ചു തരുന്നത്. യശോദയും നന്ദഗോപരും ഒക്കെ ആ ഭഗവത് സ്മരണയിലാണ് അവർ. അതുകൊണ്ട് അവർ ഈ ആപത്തുകളൊന്നും അറിഞ്ഞില്ല. അവർക്കതൊക്കെ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഒന്നിച്ച് ശ്രീകൃഷ്ണനോടൊപ്പം, കുഞ്ഞിക്കണ്ണനോടൊപ്പം, ഉണ്ണിക്കണ്ണനോടൊപ്പം ഒളിച്ചു കളിച്ച ആ വ്രജവാസികളുടെ ഭാഗ്യം ഒന്നോർക്കുക. അവർ ഭഗവാന്റെ കൂടെയാണ് ഒളിച്ചു കളിച്ചത്. ഒന്നോർക്കണേ. അതുകൊണ്ട് തന്നെ ഇവരാരും തന്നെ സംസാര ദുഃഖത്തെ അറിഞ്ഞില്ല. വ്രജവാസികൾ ആരും തന്നെ അവരൊരുപാട് ദുഃഖങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയതെങ്കിൽ ഇതൊന്നും അവരെ സ്പർശിച്ചതേയില്ല. അപ്പം നമ്മളും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ആ ഭഗവത് നാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ആവിഷ്കരിക്കുവാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ. അടുത്ത അധ്യായം 12-ാമത്തെ അധ്യായമാണ്. കൃഷ്ണന് 5 വയസ്സായി. 3 വയസ്സായ കൃഷ്ണനെ, 4 വയസ്സായ കൃഷ്ണനെ നമ്മൾ കണ്ടു. ഇനി 5 വയസ്സായ കൃഷ്ണനാണ്. അപ്പം ഈ അധ്യായത്തിലൊരു ഭാഗത്ത് പറയുന്നു, ഉച്ചയൂണ് വൃന്ദാവനത്തിലാക്കുന്നു. കാരണം സാധാരണ വ്രജവാസികൾക്ക് കൃഷ്ണനോടൊപ്പം കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കളിച്ചിട്ടും മതി വരുന്നില്ല. അപ്പോൾ ഒരു തീരുമാനം എടുത്തവർ, നമുക്കിന്ന് ഭക്ഷണം അവിടെ ആക്കാം, കളിക്കുന്ന സ്ഥലത്ത് തന്നെ ആക്കാം. അങ്ങനെ കൂട്ടുകാരുമൊക്കെ ഒന്നിച്ച് ഉണ്ണികൃഷ്ണൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഭക്ഷണം അവരുടെ അമ്മമാർ ഉറിയിലാണ് കൊടുത്തു വിട്ടത്. കൊണ്ടാട്ടവും പപ്പടവും ഒക്കെ പൊതിഞ്ഞു കൊടുത്ത് ഉറിയിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് പശുക്കളെ മേയാൻ വിട്ടിട്ട് അവരൊരുപാട് കളികളിൽ മുഴുകി. ധാരാളം കളികളിൽ. അത് ആ കളികളുടെയൊക്കെ വിശദീകരണം ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നോക്കുക, ഈ കുട്ടികളുടെ ഇച്ഛ തന്നെയാണ് ഭഗവാനും. കുട്ടികൾ പറയുന്നത് നമുക്ക് ഈ കളി കളിക്കാം. ആവാലോ. അപ്പോൾ അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു, ഭക്തന് വശകനാണ് ഭഗവാൻ. എന്തോ ആവാം, കളിച്ചോളൂ, ഈ കളി കളിക്കാം, ആവാലോ. അങ്ങനെയൊക്കെയാണ് ആ രീതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ശ്രീകൃഷ്ണൻ്റെ 3 രൂപങ്ങൾ, അത് സജ്ജനങ്ങൾക്ക് അനുഭവ രൂപേണയുള്ള ബ്രഹ്മമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സജ്ജനങ്ങൾക്ക് അനുഭവ രൂപേണയുള്ള ബ്രഹ്മമാണ്. ഭക്തന്മാർക്കാണെങ്കിൽ തങ്ങളുടെ പരദേവതയാണ് കൃഷ്ണൻ. അതേസമയം മായയിൽപ്പെട്ട്
ഉഴന്നു കഴിയുന്നവർക്ക് വെറും ഒരു മനുഷ്യനാണ്. വെറും ഒരു മനുഷ്യനായിട്ടാണ് ഭഗവാനെ കാണുക. അപ്പം ഇവിടെ യോഗികൾക്ക് പോലും അപ്രാപ്യനായ കൃഷ്ണൻ്റെ കൂടെ കളികളിലേർപ്പെട്ട ഗോപബാലന്മാരുടെ ഭാഗ്യമെന്ന് ഓർത്ത് നോക്കുക. യോഗികൾക്ക് പോലും അപ്രാപ്യനാണ്. ആ കൃഷ്ണൻ്റെ കൂടെ ഈ ഗോകുല ബാലന്മാർ കളികളിലേർപ്പെട്ടു. നമുക്കറിയാം കുറൂരമ്മയുടെയൊക്കെ കഥ. ഇവിടെ അടാട്ടിനടുത്താണ് ഒരു സ്ഥലം. അവിടെ ഒരു കുറൂർ പാറയുണ്ട്. ആ കുറൂർ പാറയുടെ ഐതിഹ്യം, അവിടെ ആ പാറയിൽ വെച്ച് കുറൂരമ്മ കൃഷ്ണനെ ഒത്ത് കളിച്ചു എന്നാണ് പറയുന്നത്. ഒക്കെ നമ്മുടെ അടുത്ത് ഇത് ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് അടുത്ത കാലത്ത് നടന്ന സംഭവമാണ് കുറൂരമ്മ. ആ കുറൂരമ്മയുടെ വ്യക്തിവികാസവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം ഇതൊക്കെ ഇപ്പോഴും അപ്പം ഇതൊരു സാർവജനീന സന്ദേശത്തെയാണ് ഇവിടെ ഭാഗവതത്തിലൂടെ വരച്ച് കാട്ടുന്നത്. അത് ആർക്ക് വേണമെങ്കിലും പ്രാപ്യനാണ് ഭഗവാൻ. നമുക്കൊക്കെ പ്രാപ്യമായൊരു സ്ഥാനത്തെയാണ് ഇവിടെ ഭാഗവതം വരച്ച് കാണിക്കുന്നത്. ഇപ്പം ഇവിടെ അടുത്തത് പറയുന്നത് അഘാസുരവധമാണ്. അപ്പം ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് ഒരു അസുരന് വളരെ അസൂയ തോന്നി. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഈ കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ് കൃഷ്ണനോടൊപ്പം. അതെന്തുകൊണ്ടാണ് കൂടുതൽ അസൂയ തോന്നാൻ കാരണം? കംസൻ്റെ ഭൃത്യനാണ് ഈ അഘാസുരൻ. കംസൻ്റെ ഭൃത്യനാണ്, ബാലഹത്യാ സംഘത്തിലെ അംഗമാണ്. മാത്രമല്ല പൂതനയുടെയും ബകാസുരൻ്റെയും അനുജനാണ്. അപ്പോൾ കൂടുതൽ ദേഷ്യമാണ് കൃഷ്ണനോട്. പൂതനയെ കൊന്നതാരാണ്? കൃഷ്ണനാണ്. ബകാസുരനെ വധിച്ചതാരാണ്? അപ്പോൾ ചുരുക്കത്തിൽ ചേട്ടനെയും ചേച്ചിയും ഒക്കെ കൊന്നയാളാണ്. അപ്പോൾ ഇത് തന്നെ തക്കം. ഇവരെല്ലാം കളിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ തക്കം എന്നുള്ള രീതിയിൽ ഒരു പാമ്പായിട്ട് അസുരൻ വരികയാണ്. വലിയൊരു പാമ്പ്, മല പോലെയുള്ളൊരു പാമ്പായിട്ട്. എന്നിട്ട് വാ പിളർന്നങ്ങ് കിടന്നു. അപ്പോൾ ഗുഹയെന്ന് കരുതി, ഇത് വലിയ ഗുഹ, ഈ വാ പിളർന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് കിടന്നു കഴിഞ്ഞാൽ അതിലൂടെ ആളുകൾക്ക് കടന്നു പോകാം. അത്രയും വലിയ വായാണ്, വലിയ പാമ്പാണ്. അപ്പോൾ ഇതൊരു ഗുഹ പോലെയാണ് കുട്ടികൾക്ക് തോന്നിയത്. അപ്പോൾ കൃഷ്ണൻ്റെ കൂടെയുള്ള ആ വ്രജവാസികളായിട്ടുള്ള ആ ഗോപബാലന്മാർ അതിലേക്ക് ഓടിക്കയറി. ഗുഹയാണെന്ന് വിചാരിച്ച് ഓടിക്കയറി. നോക്കുക, നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. എന്താണെന്നറിയാതെ കാള വിറ്റിരുന്ന് കേട്ട് കഴിഞ്ഞാൽ കയറെടുക്കുന്ന ആളുകൾ അല്ലേ? ആത്മൈവരിപുരാത്മനഃ. നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ തന്നെയാണ്. ഈ മനസ്സിൻ്റെ ഓരോ തോന്നലുകൾക്കനുസരിച്ചാണ് നമ്മൾ തുള്ളിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? വിവേകം ഒട്ടും തന്നെ പ്രവർത്തിക്കുന്നില്ല. ആത്മൈവരിപുരാത്മനഃ. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് തോന്നി ഇത് നല്ല ഗുഹയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിക്കയറി. വലിയൊരു ആപത്തിലേക്കാണ് നടന്നു കയറിയെന്ന് അവരാരും മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ അങ്ങോട്ട് ഇവരുടെ കൂടെ ഓടിക്കയറിയത് അവസാനം. അപ്പോൾ അവിടെയും മനസ്സിലാക്കേണ്ട കാര്യം, ആപത്തിൽ തുണയ്ക്കുന്ന കാരുണ്യമാണ് ഭഗവാന്റെ കാരുണ്യം. എന്താപത്തിൽപ്പെട്ടാലും ഒരു പിടിയുണ്ടാവും. നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. ഭഗവാനെ അറിഞ്ഞ് ആശ്രയിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമുക്ക് നമ്മളൊരുപക്ഷെ ചിന്തിച്ചു പോയേക്കാം നമ്മളെ കൈവിട്ടോ എന്ന്. അപ്പോഴൊരു പിടിയുണ്ടാവും. ആ കാരുണ്യത്തെയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ആപത്തിൽ തുണയ്ക്കുന്ന ഭഗവത് കാരുണ്യം. അപ്പോൾ ഇവരുള്ളിലേക്ക് കടന്നു. കൃഷ്ണൻ വയറിൽ കിടന്നങ്ങ് വലുതാകാൻ തുടങ്ങി. വായങ്ങ് അടച്ചു. ഇവരുള്ളിൽ കയറിയെന്നുള്ള ആ സന്തോഷത്തിൽ അസുരൻ വായങ്ങ് അടച്ചു. അപ്പോഴത്തേനും ഉള്ളിലായി ഇവരെല്ലാവരും, കൂട്ടുകാരും കൃഷ്ണനും ഉള്ളിലായി.
കൃഷ്ണൻ അങ്ങ് വലുതാകാൻ തുടങ്ങി. ശരീരം കൃഷ്ണനെ കൊണ്ട് നിറഞ്ഞു. ആ പാമ്പിൻ്റെ ശരീരം മുഴുവൻ കൃഷ്ണനെ കൊണ്ട് നിറഞ്ഞു. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്വാസം മുട്ടി നിലത്ത് കിടന്നങ്ങ് ഉരുണ്ട് ഒന്നിനാവാതെ കിടന്നിങ്ങനെ പെടയുകയാണ്. ഇപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും, ഈ മത്സ്യത്തെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, ഒരു പുഴയിൽ കിടക്കുന്ന മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുക, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കിടന്ന് പിടയും. അങ്ങനൊരു പിടച്ചിലാണ്. അതിനെ വേറൊരു കാര്യത്തോട് ഉപമിക്കും. നമ്മൾ ഈ മത്സ്യം, ആ മത്സ്യത്തിൻ്റെ വാസസ്ഥാനം എന്ന് പറയുന്നത് വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ മത്സ്യം കിടന്ന് പിടയും. എവിടം വരെ പിടയും? വെള്ളത്തിൽ തിരിച്ചെത്തുന്നിടം വരെ പിടയും. നമ്മളും ഒക്കെ അങ്ങനെ ഒരു പിടച്ചിലാണ്. നമ്മൾ നമ്മുടെ സ്വരൂപത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. സ്വരൂപത്തിൽ തന്നെ തിരിച്ചെത്തണം. അവിടെ അങ്ങനൊരു പിടച്ചിലാണ് നമ്മൾ പലതിൻ്റെയും തേട്ടത്തിലാണ്. പക്ഷെ നമുക്ക് എന്തിനു വേണ്ടിയാണെന്ന് അറിയുന്നില്ല, പലർക്കും അറിയുന്നില്ല. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്തിനു വേണ്ടി പിടയുന്നു എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി. നമ്മളൊക്കെ പിടയുന്നു എന്തിനു വേണ്ടി? തിരിച്ചാ സ്വരൂപത്തെ അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വരൂപം, അല്ലെങ്കിൽ നമ്മുടെ ആ മത്സ്യത്തിൻ്റെ വാസസ്ഥാനം വെള്ളമെന്നതുപോലെ നമ്മുടെയും സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാനാണ്. അങ്ങനെ ഒരു പിടച്ചിലാണ് നമ്മൾ. ഇവിടെ പിടയുന്നത് വേറൊരു രീതിയിലാണ്. ഇവിടെ കൃഷ്ണൻ അങ്ങോട്ട് ഉള്ളിൽ കിടന്നങ്ങ് വലുതാവുകയാണ്, കിടന്ന് ഉരുളുകയാണ്. അസുരൻ്റെ അവസാനം എന്തായി? ഈ പാമ്പ് മരിക്കുകയാണ്, പിടഞ്ഞ് മരിക്കുകയാണ്. അസുരൻ്റെ വായിലൂടെ കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മരിച്ച കുറേ ഗോപബാലന്മാർ അതിനുള്ളിൽ കിടന്ന് മരിക്കുകയുണ്ടായി. അവരെ ജീവിപ്പിക്കുന്നു ഭഗവാൻ. അപ്പോൾ ഇവിടെ അഘാസുര മോക്ഷമാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ബ്രഹ്മദേവന്മാർ പോലും ആശ്ചര്യപ്പെട്ട് പുഷ്പവൃഷ്ടി നടത്തി. നോക്കുക, അവരെ കൊല്ലാൻ വേണ്ടിയാണ് വലിയ പാമ്പിൻ്റെ രൂപത്തിൽ കിടന്നത്. ആ പാമ്പിനെ അവസാനം കൊന്നു. എങ്ങനെ കൊന്നു? അത് ഉള്ളിൽ കിടന്നങ്ങ് വലുതാകാൻ തുടങ്ങി. അപ്പം അതുകൊണ്ടാണ് മോക്ഷം കിട്ടിയത്. ഈ അഘാസുരന് മോക്ഷം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഭഗവാനെ വിഴുങ്ങി. സാധാരണക്കാരനെ അല്ല വിഴുങ്ങിയിരിക്കുന്നത്, ഭഗവാനെ വിഴുങ്ങി. ഭഗവാനിൽ നിറഞ്ഞ വയറ്, ഭഗവാനെ കൊണ്ട് നിറഞ്ഞ വയറ്. യോഗികളെ പോലെ ശിരസ് പിളർന്നാണ് മരിക്കുന്നത്. ഭഗവാനാൽ മരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. രാവണൻ അങ്ങനല്ലേ മരിച്ചത്. അപ്പം ഭഗവാനെ ശത്രുവായിട്ട് കരുതുന്നത് പോലൊരു സാധനയാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. ഭഗവാനെ ശത്രുവായിട്ട് കണ്ടാൽ എപ്പോഴും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ അതുവഴി മോക്ഷം കിട്ടും. അപ്പം അങ്ങനെ അഘാസുരന് മോക്ഷം കിട്ടുന്നു. അപ്പം ഇവിടെ 3 അസുരന്മാരെ കൊന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം വത്സൻ്റെ വധമാണ്. വത്സനെ വധിക്കുന്നു. അത് നാൽക്കാലിയായിരുന്നു. നാൽക്കാലി മൃഗമാണ്, പശുവിൻ്റെ രൂപത്തിലാണ് വന്നത്. പിന്നെ രണ്ടാമത് ബകൻ്റെ രൂപത്തിൽ ഇരുകാലി മൃഗമായിട്ടാണ് വന്നത്. മൂന്നാമത് ഉരകരൂപത്തിലാണ് അഘാസുരൻ വന്നത്. അപ്പം ഇക്കാര്യങ്ങൾ ഇവിടെ കളിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. വൃന്ദാവനത്തിൽ കളിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ കാര്യങ്ങൾ ഗോകുലത്തിലെത്തി വർണ്ണിക്കാനായിട്ട് 1 വർഷം എടുത്തു. 1 വർഷം കഴിഞ്ഞിട്ടാണ് അവരിത് പോയി പറഞ്ഞത്. അതിനെന്താണ് കാരണം? അതെന്താണ് കാരണമെന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ പരീക്ഷിത്തും ചോദിച്ചു. ആരോട്? ശുകബ്രഹ്മർഷിയോട്. ശുകബ്രഹ്മർഷിയാണ് പരീക്ഷിത്തിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് താമസിച്ചത് അവർ അപ്പോൾ ശുകബ്രഹ്മർഷി സമാധിയിൽ ലയിച്ചു പോയി. അവിടെയാണ് കാര്യം. സമാധിയിൽ നിന്നും ഉണർന്നിട്ടാണ് വത്സസേയം ശുകബ്രഹ്മർഷി വർണ്ണിച്ചത്. സമാധി, ഈ അനുഭൂതിയാണ് ഏത് സാധനാമാർഗങ്ങളുടെയും ലക്ഷ്യം. ജീവനെ സമാധിയിലേക്ക് ഉയർത്തുക. അതേത് സാധന ചെയ്താലും അതിൻ്റെ ഒക്കെ ലക്ഷ്യം അത് തന്നെയാണ്.
നമുക്കറിയാം, നമ്മൾ പല സാധനാമാർഗങ്ങളും പിന്തുടരുന്നവരാണ്. ചിലർ ഭക്തിമാർഗത്തെ പിന്തുടരുന്നവരാണ്, ചിലർ ജ്ഞാനമാർഗത്തെ പിന്തുടരുന്നവരാണ്, ചിലർ കർമ്മമാർഗത്തെ പിന്തുടരുന്നവരാണ്, ചിലരാണ് അതിനെല്ലാം സമന്വയിപ്പിച്ച് പിന്തുടരുന്നവരുണ്ട്. ഏത് മാർഗത്തിലൂടെ പോയാലും ശരി, അപ്പം സമാധ്യാനുഭവത്തിലെത്തണം. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായ അരനൊടിയും 1000 ആണ്ടുപോലെ തോന്നും. ആ അനുഭൂതിയിലെത്തണം. പരയുടെ പാല് നുകരാൻ കഴിയണം, ഭാഗ്യവാന്മാരാകാൻ കഴിയണം. ആ ഭാഗ്യത്തെയാണ് സമാധി രൂപത്തിൽ ഇവിടെ ശുകബ്രഹ്മർഷി അനുഭവിക്കുന്നതായിട്ട് പരീക്ഷിത്ത് കാണുന്നത്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഏത് മാർഗത്തിലൂടെ പോയാലും ശരി, ആ ഒരേ ഒരു വസ്തുവിനെ തന്നെയാണ് പല രൂപത്തിൽ പല രീതിയിൽ ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നത്, പല സാധനാമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയാണ്. ഇത് തന്നെ ഗീതയിലും പറയുന്നുണ്ടല്ലോ, 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ, യഥാമാം പ്രപദ്യന്തി താൻ തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തി മനുഷ്യർ പാർത്ഥ സർവശഃ. ഏത് മാർഗത്തിലൂടെ ചരിച്ചാലും ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളത്. ഇതുതന്നെയാണ് ഉപനിഷത്തുകളും ഇവിടെ വന്നു പോയിട്ടുള്ള പ്രവാചകന്മാരും അവതാര പുരുഷന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപനിഷത്തിലേക്ക് പോവുക, മാണ്ഡൂക്യ ഉപനിഷത്ത്. ആ മാണ്ഡൂക്യ ഉപനിഷത്തിൽ അയമാത്മാ ബ്രഹ്മ, ആ ആത്മാവ് ബ്രഹ്മമാകുന്നു. ഈ സമാധിയിൽ അതാ മനസ്സിലാവുന്നത്, സമാധി അനുഭവത്തിൽ അനുഭൂതിയിലും മനസ്സിലാക്കുന്നത് ആത്മാവ് ബ്രഹ്മമാകുന്നു. ഇത് തന്നെയാണ് ഇവൻ ബൈബിളിൽ പോലും ഇത് തന്നെയാണ് പറയുന്നത്. കിങ്ഡം ഈസ് വിത്തിൻ യു. സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിലാണ്. സാധാരണ ക്രിസ്ത്യാനികൾക്ക് എത്ര പേർക്ക് മനസ്സിലാകണമെന്ന് അറിയില്ല, കാരണം അദ്വൈതമാണ് പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം ഈസ് വിത്തിൻ യു. അതാണ് വേദാന്തികൾ ബൈബിളിൽ കാണുന്ന ഏറ്റവും അമൂല്യമായൊരു സന്ദേശമാണത്. കിങ്ഡം ഈസ് വിത്തിൻ യു. സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിലാണ്. ഇതിനെയാണ് ആത്മോപദേശതകത്തിൽ പറയുന്നത്, ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം. ഒരു വിളക്ക് ഉള്ളിൽ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വിളക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാവൂ. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം. അതുതന്നെയാണ് ആ വിളക്കിനെ തിരിച്ചറിയുന്നത്. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ, വേദാഹമേകം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപ്പരസ്ത. ആ ജ്ഞാനസൂര്യനെ ഞാൻ കണ്ടെത്തി. ഇത് വേദത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുതന്നെ ഇവിടെയും നമ്മൾ കാണുന്നു. അത് ആ അനുഭവത്തെ തന്നെയാണ് പരീക്ഷിത്ത് അനുഭവിച്ചറിയുന്നത്. ഇത് തന്നെ ഭക്തിശാസ്ത്ര പ്രകാരം സായുജ്യം കിട്ടുക എന്ന് നമ്മൾ പറയും. അപ്പോൾ ചുരുക്കത്തിൽ ലക്ഷ്യം ഇതാണ്. വീണ്ടും ഭാഗവതം പറയും, ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതി. അപ്പം പരീക്ഷത്തിന് കിട്ടിയത് ഈ അനുഭൂതിയാണ്. ആ അനുഭൂതി തന്നെയാണ് ശുകബ്രഹ്മർഷി സമാധിയിലൂടെ ഇവിടെ കാണിച്ചു തരുന്നത്. സമാധി അനുഭവത്തിലൂടെ നമുക്ക് പരീക്ഷത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് ആ അനുഭൂതിയിലേക്ക് തന്നെയാണ്. ഈ അനുഭൂതിയാണ് ഭാഗവതത്തിൻ്റെ കേന്ദ്രം. അനുഭവവും അനുഭൂതിയുമാണ്. ഇതുതന്നെയാണ് ജ്ഞാനപ്രാപ്തി. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്, വേറൊന്നുമല്ല. മനുഷ്യ ജീവിതം കൊണ്ട് സാധിക്കാനായിട്ട് ഒന്നേയുള്ളൂ, അത് ഈശ്വര സാക്ഷാത്കാരമാണ്. ആ അനുഭൂതിയിലാണ് പരീക്ഷിത്ത് എത്തുന്നത്. അതാണ് 168 മണിക്കൂറേ ഉള്ള നമ്മൾ പറഞ്ഞല്ലോ. 168 മണിക്കൂർ കൊണ്ട് ഈ പരീക്ഷത്തിന് കിട്ടിയത് ഇതാണ്, ഈ അനുഭവമാണ്, ഈ അനുഭൂതിയാണ്. അപ്പം ജീവനെ എങ്ങനെയും ഭഗവാനിൽ ലയിപ്പിക്കുക എന്നതാകുന്നു ഭാഗവതത്തിൻ്റെ താല്പര്യം. ഭാഗവതത്തിന് ഒന്നേ സാധിക്കാനുള്ളൂ,
ഏതൊരു ജീവനെയും, അതിനെ ആശ്രയിക്കുന്ന ഏതൊരു ജീവനെയും ഭഗവാനിൽ ലയിപ്പിക്കുക. അതിനാണ് ഈ ലീലകളൊക്കെ വർണ്ണിക്കുന്നത്, ഭഗവാന്റെ ലീലകളൊക്കെ വർണ്ണിക്കുന്നത്. അല്ലാതെ ആ കഥയിൽ മുഴുകാനൊന്നുമല്ല. ഇതിലൂടെ നേടേണ്ടത് ആ ലീലാവർണ്ണനങ്ങളിലൂടെയൊക്കെ ഈ സമാധ്യാനുഭവത്തിലേക്കാണ്, ഈ അനുഭൂതിയിലേക്കാണ് ഉയരേണ്ടത്. ശ്രീരാമകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തെ കണ്ടത് എങ്ങനെയാണെന്നറിയോ? ശ്രീരാമകൃഷ്ണ പരമഹംസര് ഭഗവാൻ ഭക്തൻ ഭാഗവതം, ഭഗവാനും ഭക്തനും ഭാഗവതവും ഒന്നാണ്. ഭഗവാനിൽ നിന്നും വേറിട്ടതല്ല ഭക്തൻ, ആ ഭക്തനിൽ നിന്നും വേറിട്ടതല്ല ഭാഗവതം. ഇതൊന്നു തന്നെയാണ്. അപ്പോൾ ഭാഗവതത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ കൊടുത്തത്. ഇതിനപ്പുറം ഒരു ബഹുമതി കൊടുക്കാനില്ല. ഭഗവാൻ ഭക്തൻ ഭാഗവതം പറഞ്ഞു. മധുരകരമായ അദ്വൈത ദർശനമാണ് ഭാഗവതത്തിൻ്റെ ദർശനം. മധുരകരമായൊരു അദ്വൈത അനുഭൂതിയാണ് അത് നൽകുന്നത്. അതുതന്നെയാണ് പരീക്ഷത്തിന് ഇവിടെ മാധുര്യത്തെയാണ് പരീക്ഷിത്ത് ഇവിടെ നുകർന്നത്. ഇതാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ. അങ്ങനെയൊക്കെ നമ്മൾ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാരാവണം എന്നാണ് ഭാഗവതത്തിൻ്റെ താല്പര്യം. ഓരോരുത്തരും നമ്മളൊക്കെ അപരയുടെ വലയിൽപ്പെട്ടിങ്ങനെ കിടന്ന് ഉഴറുന്നവരാണ്. നമുക്ക് പരയുടെ പാല് നുകരാൻ കഴിയണം. അങ്ങനെ നുകരാൻ കഴിയുകയാണെങ്കിൽ ആ മാധുര്യമാണ് ഭാഗവതം നമുക്ക് പകർന്നു നൽകുന്നത് എന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിന് ഇത് തന്നെയാണ് ഭാഗവത താല്പര്യം. ഇവ ഒന്ന് തന്നെയാണ്. അതായത് ഭഗവാൻ ഭക്തൻ ഭാഗവതം. ഇവിടെ പറഞ്ഞല്ലോ, ഈ അദ്വൈതാനുഭൂതി അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കരുത്തിനെയും കൊണ്ടുവരുന്നത്. എല്ലാ ആപത്തുകളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് ഊന്നുവടിയായിട്ട് കിട്ടുന്നത് ഈ അനുഭൂതിയായിരിക്കും. ഈ അനുഭൂതിയിലേക്ക് എത്രമാത്രം നമ്മൾ ഉയർന്നു എന്നതായിരിക്കും. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്താം. അത് നിങ്ങൾക്കൊക്കെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഓർത്തിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കഥകളിലൂടെ ഭാഗവതം പറഞ്ഞു വെക്കുന്നത്. തത്വത്തെ കഥകളിലൂടെ പറഞ്ഞു വെക്കുന്നു. ഇവിടെ എൻ്റെ സമയം തീരാറായിരിക്കുന്നു. അപ്പോൾ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ, ആധുനിക കാലഘട്ടം നടന്നൊരു സംഭവമാണ്. അതിനോട് നമുക്ക് ചേർത്ത് വെച്ച് ഇതിനെ ഒന്ന് വിലയിരുത്താം. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു സംഭവമാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് ഇന്ത്യയെ കീഴടക്കാൻ പറ്റിയില്ല. സിന്ധു നദീതടത്തിലേക്ക്, ആ നദീതീരത്തിലൂടെ അദ്ദേഹം സ്വന്തം പട്ടാളക്കാരുമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഈ ഭൂവിഭാഗം, അതായത് സിന്ധു നദീതടം ഒരുപാട് മഹാത്മാക്കളുടെയൊക്കെ നാടാണ്, അത് മനസ്സിൽ വെക്കണം. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവിടെ കാണാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അലക്സാണ്ടർ ഇങ്ങനെ കടന്നു വരുന്നത്. ഇന്ത്യയിലേക്കൊന്നും എത്തിയില്ല, ആ നദീതടത്തിൽ വരെ അവിടെ എത്തി. ആ സമയത്ത് ഒരു താപസനെ അദ്ദേഹം ആ സഞ്ചാരത്തിനിടയിൽ കാണുന്ന ഒരു കാഴ്ച വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഈ താപസൻ ഒരു കൗപീനധാരിയായിട്ടാണ് ആ കാട്ടിൽ വസിക്കുന്നത്. കൗപീനം മാത്രം ഉടുത്തുകൊണ്ട് ഒരു താപസൻ ഒരു കാട്ടിൽ വസിക്കുന്നു. ആ സമയത്താണ് അലക്സാണ്ടർ അതിലൂടെ പട്ടാളക്കാരുമായിട്ട് ആ വഴിയിലൂടെ പോയത്. അപ്പോൾ അങ്ങനെ ഈ അലക്സാണ്ടറുടെ മനസ്സിൽ ഉണ്ട്, തൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് എന്താണ്? മഹാത്മാക്കളുടെയും താപസന്മാരുടെയും ഒക്കെ നാടാണ് ഈ സിന്ധു നദീതടം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടുമുട്ടിയേക്കാം. അപ്പം ഈ താപസനുമായിട്ട് അലക്സാണ്ടർ സംസാരിച്ചപ്പോൾ അലക്സാണ്ടർക്ക് മനസ്സിലായി സാധാരണക്കാരനല്ല. അതും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഈ കാട്ടിൽ കൗപീനധാരിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനല്ല. സംസാരിച്ചു, ഒരു എക്സ്ട്രാ ഓർഡിനറി ആളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അലക്സാണ്ടർ ഒരു ഡിമാൻഡ് വെച്ചു,
നിങ്ങളും ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, ഞങ്ങളുടെ കൂടെ വരണം. ഈ അറിവാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. ഈ ജ്ഞാനമാണ്, നിങ്ങൾ അറിയിച്ചെടുത്ത ഈ ജ്ഞാനം, അതാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ആ ജ്ഞാനം പകർന്നു തരാൻ വേണ്ടി അങ്ങും ഞങ്ങളുടെ കൂടെ വരണം. താപസം പറഞ്ഞു പറ്റില്ല. പറ്റില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ പറഞ്ഞ മറുപടി അലക്സാണ്ടറെ ഞെട്ടിച്ചു കളഞ്ഞു. അലക്സാണ്ടറോട് പറയാണ്, ഞാനിവിടെ പൂർണ്ണ തൃപ്തനാണ്, എനിക്കൊന്നിൻ്റെയും കുറവില്ല, ഞാൻ എങ്ങോട്ടുമില്ല. നോക്കണം, കൗപീനധാരിയായിട്ടിരിക്കുന്ന ഒരാൾ ഒരു കാട്ടിലാണ് താമസിക്കുന്നത്. എവിടെ ഭക്ഷണം ഒന്നുമില്ല, പ്രാഥമികമായ സൗകര്യം പോലും, പ്രാഥമികമായ കാര്യങ്ങൾ പോലും എങ്ങനെ നടത്തുന്നറിയില്ല. ആ സാഹചര്യങ്ങൾക്കിടയിലും താമസിക്കുന്ന കഴിയുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ സംതൃപ്തനാണ്. ആ സംതൃപ്തിയുടെ മാനദണ്ഡം അവിടെ എന്താണെന്നാണ് അലക്സാണ്ടർക്ക് മനസ്സിലായത്. ഇതൊന്നുമല്ല. അലക്സാണ്ടർ വിചാരിച്ചെന്താ, ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വേണമെന്ന് എനിക്ക് വിശ്രമിക്കാൻ എന്ന്, അപ്പോഴേ എനിക്ക് സംതൃപ്തി കിട്ടുള്ളൂ എന്നാണ് അലക്സാണ്ടർ വിചാരിച്ചത്. ആ അലക്സാണ്ടർ നോക്കിയപ്പോൾ ഇവിടെ ഒരു കൗപീനധാരിയായ ഒരാൾ പറയുകയാണ്, ഞാനിവിടെ സംതൃപ്തനായി ജീവിക്കുന്നു, എനിക്കൊന്നും ഒരിടത്തേക്കും പോകേണ്ടതില്ല. ആ സംതൃപ്തിയാണ് ഈ അനുഭൂതി നമ്മളിലുണ്ടാക്കുന്നത്. ഒന്നിൻ്റെയും ആവശ്യമില്ലാത്ത ഒരനുഭൂതി, ആ ഒരു വിശേഷം, ആ ഒരു അവസ്ഥാവിശേഷം, അതാണ് ഈ അനുഭൂതിയിലെത്തിയാലുള്ള പ്രയോജനം. അപ്പോൾ എന്തായാലും ശരി, ഈ താപസനോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാവണമെന്ന്. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രയോഗമാണ്, ദേഷ്യപ്പെട്ട് നോക്കി, ദേഷ്യപ്പെട്ട് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാവോ, ആ ഉറയിൽ നിന്നും വാളങ്ങൂരി അലക്സാണ്ടർ. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ കൊല്ലും, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ തയ്യാറാവണം. ഒന്നുകിൽ മരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതും വാളിങ്ങനെ വീശിക്കഴിഞ്ഞു. അപ്പോൾ ഈ താപസൻ പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്ത് വിഡ്ഢിത പറയുന്ന മനുഷ്യ, നിങ്ങൾ ജനിച്ചതിൽ പിന്നെ ഇത്രയും വലിയ വിഡ്ഢിതം പറയാനിടയില്ല. എന്നെ കൊല്ലുവെന്നോ? ഞാൻ ശരീരമല്ല, ശരീരമാണെങ്കിലല്ലേ എന്നെ കൊല്ലുള്ളൂ. എന്നെ നിങ്ങൾ കൊല്ലുവെന്നോ? ഇത്രയും വലിയ വിഡ്ഢിതം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? ചിരിച്ചു. അപ്പോഴാണ് അലക്സാണ്ടർ മറ്റൊരു തിരിച്ചറിവിലേക്ക് വന്നത്. ഞാൻ ശരീരമല്ല, നാം ശരീരമല്ല, അറിവാകുന്നു. ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തുക, അതാണ് എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുക. നോക്കൂ, ഈ താപസൻ ഒന്നിനെയും ഭയമില്ല, മരണത്തെ പോലും ഭയമില്ലാതിരിക്കുന്നു. അലക്സാണ്ടറിന് വലിയൊരു തിരിച്ചറിവാണ് ഉണ്ടാക്കിയത്. രണ്ടാമത്തെ തിരിച്ചറിവ്, ഇത് ആത്യന്തികമായ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് കിട്ടിയ എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ അനുഭവം കിട്ടിയാൽ, ഈ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തിയാൽ ഭയമില്ല, സംതൃപ്തനാണ്, എല്ലാം പൂർണ്ണതയിലെത്തിയ ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഭാഗവതം നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തുന്നത്. ആ അനുഭവം നേടാൻ ഇവിടെ ഓരോരുത്തർക്കും ഈ ഭാഗവത സത്ര സമീക്ഷ, ആ സമീക്ഷയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് നൽകിയ പ്രത്യേകിച്ചും സ്വാമിജിയോടും സത്രഭാരവാഹികളോടും ഞാൻ എൻ്റെ പ്രാർത്ഥന അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.